അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫോർവേഡ്സ് മുന്നോട്ട്, ബാക്ക്വേഡ്സ് പിന്നോട്ട്, സൈഡ് വേസ് വശത്തേക്ക്, ടുവേർഡ്സ് അടുത്തേക്ക്, ലെങ്ത് നീളം, വിഡ്ത് എന്ന് പറഞ്ഞാൽ വീതി, ലോങ് എന്ന് പറഞ്ഞാൽ നീളമുള്ളത്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ അല്ലെങ്കിൽ ചുരുങ്ങിയ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, ക്യൂബ് സമചതുര കട്ട, ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം അല്ലെങ്കിൽ കമാനം, കോൺ വൃത്തസ്തൂപിക, ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം, ഡയമീറ്റർ വ്യാസം, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്, ദൈനംദിന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. വോളിയം വ്യാപ്തം, മാസ് പിണ്ഡം, റേഡിയസ് ആരം, വെയിറ്റ് ഭാരം. മറ്റേ WAIT വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിക്കാം, മറ്റേ WEIGHT ഭാരം. റിയർ എന്ന് പറഞ്ഞാൽ പിറകുവശം, റെയർ എന്ന് പറഞ്ഞാൽ അപൂർവമായ. അടുത്തത് ക്യൂർ ഭേദമാവുക, കെയർ ശ്രദ്ധ, എലോൺ തനിച്ച്, എലോങ്ങിലൂടെ അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. സ്വീറ്റ് മധുരമുള്ളത്, ബിറ്റർ കയ്പുള്ളത്, സോർ പുളിപ്പുള്ളത്, ഹോട്ട് ചൂടുള്ളത്, കോൾഡ് തണുത്തത്, കൂൾ തണുപ്പ്, ഹീറ്റ് ചൂട്. അടുത്തത് മാച്ച് ചേർച്ചയുള്ളത് അല്ലെങ്കിൽ പൊരുത്തം അല്ലെങ്കിൽ മത്സരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മാച്ച് ആയതെന്ന് പറഞ്ഞാൽ സമാന വസ്തു എന്ന് ഉപയോഗിക്കുന്നു. പിന്നെ തീപ്പെട്ടിക്കൊള്ളിക്ക് മാച്ച് എന്നാണ് പറയുന്നത്. അപ്പം മാച്ച് എന്ന് പറഞ്ഞാൽ ചേർച്ചയുള്ള അല്ലെങ്കിൽ പൊരുത്തമുള്ളത്, മത്സരം, സമാന വസ്തു അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി, ഇതിനെല്ലാം അതാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹാൻഡ് കയ്യ്, ഫിംഗർ എന്ന് പറഞ്ഞാൽ കയ്യിലെ വിരല്, പാം എന്ന് പറഞ്ഞാൽ കൈപ്പത്തി, റിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈക്കുഴ, ലെഗ് എന്ന് പറഞ്ഞാൽ കാൽ, ടോ എന്ന് പറഞ്ഞാൽ കാലിലെ വിരല്, തൈ തുട, ഫൂട്ട് പാദം. ഇനി നമ്മൾ കുറേ സമാന പദങ്ങൾ, വിപരീത പദങ്ങൾ, ഒരേപോലെ അർത്ഥം വാക്ക് വന്നിട്ട് അർത്ഥം വരുന്ന വാക്കുകൾ അങ്ങനെ കുറേയും കൂടെ പഠിക്കാനുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ കുറേ വാക്കുകളും കൂടെയൊക്കെ ആവും. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരുവിധം ലെവലാവും. അപ്പോഴും നമുക്ക് ബാക്കി വീണ്ടും ഒന്നേന്ന് തുടങ്ങാം. അപ്പോഴെല്ലാവരും പഠിക്കണം. ഒന്നുകൂടി പറയാണ്, എഴുതി നോട്ട് ബുക്കിൽ എഴുതി വെക്കണം, പഠിക്കണം. ഓക്കെ.